ഏട്ടത്തി ഇപ്പൊ ന്യൂസൊക്കെ കാണുന്നില്ലേ? ഇപ്പൊ ലഹരി മാഫിയകളിലൊക്കെ പിടിച്ചു തുടങ്ങിയെന്നാ കേട്ടത്. എത്രയോ ലക്ഷങ്ങളാ കോടികളുടെയൊക്കെ ലഹരി പിടിച്ചെടുത്തു എന്ന് കേൾക്കണ്ടായിരുന്നു. ദൈവമേ, ഇനിയെങ്കിലും നമ്മളെ നാടൊന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. ഇത് എപ്പോഴും കേൾക്കണതല്ലേ, എത്ര കാലം ഉണ്ടാവും ദൈവത്തിനറിയാം. തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ഉത്സാഹമായിരിക്കും, എന്നിട്ട് പകുതിക്ക് വെച്ച് നിർത്തും. നമുക്ക് നോക്കാലോ അത് എത്ര കാലം പോണത് എന്നുള്ളത്. ശരി. കാർട്ടോ, ഞങ്ങളുടെ അവിടെ കറണ്ട് ഇല്ല. നിങ്ങളുടെ അവിടെ കറണ്ട് ഉണ്ടോ? ഏട്ടത്തി ഇപ്പൊ കറണ്ട് വന്നോളൂ. മഴ എവിടെയെങ്കിലും പെയ്യുമ്പോഴേക്കും കറണ്ട് പോയി. എന്താ ഒരു കോലാണ്. അതൊക്കെ പോട്ടെ, നീ ഒരു ന്യൂസ് അറിഞ്ഞ? 1.5 വയസ്സായ കുട്ടിനെ പാവികളൊക്കെ കൂടെ കൊന്നത്ര. ന്യൂസിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? എല്ലാരും കൂടിയാ? രണ്ടാം അച്ഛനും അമ്മയും കൂടെയല്ലേ? ഞാൻ കണ്ടു ന്യൂസ്. ആ കുട്ടിന്റെ അമ്മമ്മയ്ക്ക് നോക്കാൻ വയ്യാണ്ടല്ലേ കുട്ടിനെ തിരിച്ചു കൊടുത്തത്. അതുമല്ല, അച്ഛന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും ഉണ്ട്. ആ കുട്ടിനെ നോക്കാൻ വേണ്ടി 3 മാസം എന്തോ ആയി പറഞ്ഞു കേസ് കൊടുത്തിട്ടെന്ന്. അപ്പോ പിന്നെ അവര് നോക്കാണ്ട് പിന്നെ ഇപ്പൊ കെട്ടിയവന്റെ ആ ഒരു അച്ഛനും അമ്മയും നോക്കും തോന്നുന്നുണ്ടാ? നല്ല കഥയായി. അവനവന്റെ കുട്ടിനെ നോക്കാനേ സമയമില്ല. പെറ്റ തള്ളയല്ലേ കുട്ടിനെ നോക്കേണ്ടത്. അതെ, സ്വന്തം കുട്ടിനെ നോക്കേണ്ടത് അമ്മന്റെ ഉത്തരവാദിത്വം തന്നെയല്ലേ? എത്രയോ പേര് 1-2 കുട്ടികളായിട്ട് അമ്മമാര് കുട്ടികളെ മാത്രം നോക്കിയിട്ട് ഭർത്താവ് മരിച്ചിട്ട് ഇരിക്കുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് പരിചയമുള്ള എനിക്ക് ചേച്ചിമാരിനെ വരെ എനിക്കറിയാം. വേറെ കല്യാണം കൂടി കഴിക്കാതെ എത്ര ചെറുപ്പക്കാരികളായ പെൺപിള്ളേർ വരെ അങ്ങനെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മമ്മ ആ കുട്ടീനെ കുറെ കാലം നോക്കിയതില്ലേ, അവർക്ക് പിന്നെ ജോലിക്ക് പോകാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കുട്ടീനെ കൊടുത്തത്. പിന്നെ അച്ഛമ്മയും അച്ഛനും കൂടെ കേസ് നടക്കും. 3-4 മാസമായി കേസ് നടക്കണമെന്ന് പറയുന്നു. അപ്പൊ ആരുടെ കയ്യിൽ കൊടുക്കാത്തത് അവളുടെ തെറ്റല്ലേ? അവള് കുട്ടിന് കൊടുക്കൂല്ല. ആ കുട്ടിനെ ഇപ്പൊ ഈ വിധത്തിലാക്കിയില്ലേ. കുഞ്ഞിനെ 1.5 വയസ്സായത്ര. അച്ഛന്റെ വീട്ടുകാര് 3-4 മാസം എന്തോ ആയിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ മാസം കഴിഞ്ഞിട്ട് തന്നെയല്ലേ 1.5 വയസ്സായത്. ഇപ്പോഴാണ് കേസ് കൊടുക്കാൻ കണ്ടത്. അപ്പൊ ഇത്രയും നാളും കുട്ടിനെ കണ്ടില്ലയോ? ഇയാണ് അടുത്തി പറഞ്ഞത്. എല്ലാവരുടെ മേലും ഇതിൽ തെറ്റുണ്ട്. അച്ഛന്റെ വീട്ടുകാരും അമ്മന്റെ വീട്ടുകാരും ഒക്കെ തെറ്റുകാർ തന്നെയാണ്. എന്തായാലും ഇത് എന്താ പറയാ, ഈ കുട്ടി ഒരുപാട് അനുഭവിച്ചാണ് മരിച്ചത്. അപ്പൊ ആ കുട്ടിക്ക് ഇത്രയൊരു ഇത് വന്നതിന് നല്ല ശിക്ഷ തന്നെ കിട്ടണം. എവിടെ ആ തെളിവെടുക്കാൻ വന്നപ്പോ നാട്ടുകാരുടെ കൈ കൊടുത്തിരുന്നെങ്കിൽ എല്ലാരും കൂടെ പണിയാക്കിയിട്ടുണ്ടാവും. അത് വിട്ടിട്ട് പോലീസുകാർ എന്തോ നിധി കൊതിഞ്ഞു കൊണ്ടുപോകണ പോലെ കെട്ടിപ്പൊന്ന് കൊണ്ടുപോയില്ലേ. എന്നിട്ടാണ് വിധി വരുന്നത്. ഇനി പോലീസുകാർക്ക് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക്, പോലീസുകാർക്ക് മക്കളുണ്ടാവും, പേരമക്കളുണ്ടാവും. എന്തിനു പറയണേ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരെ മക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാവും. ആ കുട്ടിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവർക്കും ദുഃഖമുണ്ടാവും, അവർക്കും ദേഷ്യം ഉണ്ടാവും. നമ്മളെ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ല അവനെ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ കൊല്ലണം എന്നൊക്കെ. അതുപോലെ ദേഷ്യം അവർക്കും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടല്ലോ, ആ നിയമത്തിന്റെ തെളിവാണ് മെയിന്. തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ ഈ കുട്ടീനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന്. അത് പോരെ തെളിവിന്? 1.5 വയസ്സായ ഒരു കുട്ടിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞിട്ട് അത് കേസ് അറിയില്ലേ? ആദ്യം അച്ഛനെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുവരെ അച്ഛനും അമ്മയും വഴക്കായിരുന്നു, പിണങ്ങിയിരുന്നതാണ്. അമ്മ ഒരു ദിവസം സ്നേഹത്തോടെ വിളിച്ച് വീട്ടിൽ കൂട്ടിട്ട് വന്നു. അച്ഛന്റെ അടുത്ത് കിടന്ന കുട്ടിനെ കാണാനില്ല പറഞ്ഞിട്ടാണ് പോലീസ് കേസ് എടുത്തത്. നോക്കുമ്പോ കുട്ടിന് കടലിന്റെ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നിട്ട് കുട്ടിനെ കിട്ടി. അതാണ് ആ ന്യൂസ് കണ്ടില്ലേ? അപ്പൊ അച്ഛന് പോലീസ് അറസ്റ്റ് ചെയ്താ. ഔ പാവി, കുട്ടി എത്രമാത്രം അനുഭവിച്ചു കാണും. 1.5 വയസ്സല്ലേ ഉള്ളൂ. കുട്ടികളെയൊക്കെ കൊല്ലണവന്മാരില്ലേ തൂക്കി കൊല്ലുകയല്ല ചെയ്യേണ്ടത്, നാട്ടുകാരുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. അവന്മാര് തീർത്തുണ്ടാവും. ഇത് നിധി കാക്കണ പോലെയല്ലേ പോലീസുകാർ കൊണ്ടുപോണത്. അടുത്തേ, അങ്ങനെ എല്ലാവരും തെറ്റുകാരല്ല. അങ്ങനെ എല്ലാരും നിയമം കയ്യിലെടുക്കണെന്ന് പറഞ്ഞു വെച്ചാലുണ്ടല്ലോ, നമ്മുടെ നാട് എവിടെ പോവും? തമ്മി വെട്ടിച്ചാവും. പിന്നെ ഈ അച്ഛനാണ് തെറ്റുകാരൻ പറഞ്ഞില്ലേ, അത് അവള് പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കിയതാണിത്. കാരണം അതുവരെ പണിങ്ങി നടന്ന അച്ഛനെ വിളിച്ചിട്ട് വന്ന് അന്ന് സ്നേഹത്തോടെ വിളിച്ച് കുട്ടീനെ അടുത്തുകൊണ്ട് കിടത്തി, എന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് പോയിട്ട് അവള് കൊല്ലണം പറഞ്ഞ. അപ്പൊ കുട്ടീനെ ഇപ്പൊ കൊല്ലുകയും ചെയ്തു, അച്ഛന് ജയിലിലും കൊണ്ടുപോയാ അവൾക്ക് അടുത്ത് കല്യാണം കഴിഞ്ഞ് കാമുകന്റെ കൊടുത്ത് സുഖമായി ജീവിക്കാം. അതിനു വേണ്ടി പ്ലാൻ ചെയ്താണ് അത്.
അപ്പൊ നിയമം എല്ലാവരും കയ്യിലെടുത്തിട്ട് ആദ്യം അവനെ അച്ഛനാണ് തെറ്റുകാരൻ പറഞ്ഞിട്ട് എല്ലാരും കൂടെ കൊന്നിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവും. അതാണ് പറയണത്, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണമെന്ന്. അതൊരു അമ്മയാണ്. ആദ്യം അച്ഛനല്ലേ പ്രാഗിയത്, ഇപ്പൊ അമ്മയാണ് തെറ്റുകാരിന്ന് അറിഞ്ഞപ്പോഴല്ലേ അമ്മന്റെ നേരെ തിരിഞ്ഞത്. അതാണ് നമ്മൾ സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് തെളിവ് വേണം. അത് കോടതിയിൽ വിധി പ്രകാരം വരണം. എന്നാൽ മാത്രമാണ് ഏത് കേസും തെളിയുള്ളൂ. പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടികളെ കൊന്ന കേസ് മാത്രം എടുത്താൽ തന്നെ എത്രയായി. നമ്മുടെ നാട്ടില് ഒരു നിയമം നല്ല ശിക്ഷയില്ലാത്ത കാരണം കൊണ്ടാണ് ഇത്രയധികം തെറ്റുകൾ ചെയ്യുന്നത്. നിയമം മാറാതെ നമ്മുടെ നാട് നന്നാവുകയില്ല. എല്ലാരും പേടിക്കുന്ന ശിക്ഷ വരണം. നോക്കിക്കോ, ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതും പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും ഒന്നും ഇനി ആരും മറച്ചു വെക്കാണ്ട് ചെയ്യും. നാട്ടു റോട്ടിലായിരിക്കും ഇനി പീഡിപ്പിക്കുന്നത്. നോക്കിക്കോ, ഇനി വരും കാലങ്ങളിൽ ഇങ്ങനെ നിയമം മാറാണ്ടിരുന്ന. ഇത് ശരിയാണ് നടത്തി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ നാട്ടിനെ പറയാ. പക്ഷെ ഇപ്പൊ ചെകുത്താന്റെ സ്വന്തം നാടായി നമ്മുടെ നാട്. നമ്മുടെ നാട്ടില് നല്ല ഒരു നിയമം വരണം. ജയിലിൽ പോയിട്ട് എല്ലാ തെറ്റ് ചെയ്തവരും തൂക്കി കൊന്നില്ലെങ്കിലും ജയിലിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഭയം വരണം, ഒരു പേടി ഉണ്ടാവണം. അതുപോലെ ഒരു നിയമം നമ്മൾക്ക് ഭാവിയിലെങ്കിലും വന്നാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുള്ളൂ. തമിഴ്നാട്ടിൽ കണ്ട പുതിയ നിയമം വന്നത്, ജയിലിലുള്ളവർക്കൊക്കെ ഇനി കഞ്ഞിയും പയറും. അതന്നെ നല്ലത്. എന്തിനാ തിന്നാൻ കൊടുത്തിട്ട് അവരുടെയൊക്കെ ശരീരം നന്നാക്കിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പോണവര്? നല്ല ഭക്ഷണവും കൊടുത്ത് മാസാമാസം ഷുഗർ ചെക്ക് ചെയ്ത് BP ചെക്ക് ചെയ്ത്, അതുകൂടാതെ അവർക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അവർക്കൊരു സിനിമയൊക്കെ TV ഒക്കെ കാണാൻ പറ്റും അത്ര. അങ്ങനെ സിനിമയും കാണിച്ചു കൊടുത്ത് കുറേ ആളുകളുമായി വർത്താനം പറഞ്ഞ് അവർക്ക് വന്നിട്ട് അതിനകത്ത് ഒരു ജയിലാണെന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാത്തതിനെ കൊണ്ടാണ് അവർ ഈ തെറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് വരുന്നത്. അതുമല്ല, അത് കഴിഞ്ഞ് അവർ പരോളിലിറങ്ങി ഇവിടെ വെളിയിൽ വന്നു കഴിഞ്ഞു പറഞ്ഞു വെച്ചാല് അവർക്ക് വെളിയിലിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ വീണ്ടും അതിനകത്ത് പോകണം എന്നാണ് അവര് ഏറ്റവും ചിന്തിക്കുക. അപ്പോൾ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അടുത്ത ശിക്ഷ തെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അതിനകത്ത് പോകണം. അപ്പൊ നല്ല ഒരു നിയമം വന്നു പറഞ്ഞു വെച്ചാലേ, മെയിനായിട്ട് ഭക്ഷണം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് കഞ്ഞിയും പയറും മാത്രം കൊടുക്കുക. അതേപോലെ നന്നായിട്ട് പണി ചെയ്യിപ്പിക്കുക അവിടെ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഒറ്റയ്ക്ക് തടവറയിൽ കിടത്തുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ എന്താ പറയാ, ലോകം മുഴുവനും കാണുകയും വേണം അവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അപ്പോൾ ഒരാൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ അത്രയും നമ്മളും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ആരും ഇനി അടുത്തൊരു തെറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം നമുക്ക് എന്തായാലും പണ്ടത്തെ പോലെ അതിനകത്ത് പോയിട്ട് സുഖിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവരറിയുമല്ലോ. എന്തായാലും ജയില് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് നല്ല ഭക്ഷണവും ഷുഗർ ചെക്ക് ചെയ്തിട്ടും BP ചെക്ക് ചെയ്തിട്ടും അവരുടെ ആരോഗ്യം വളർത്തിട്ട് എന്തിനാണ്? നാട്ടിൽ ഇത്രയും ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ പീഡിപ്പിക്കുന്നവനും കുട്ടികളെ കൊല്ലുന്നവനും വലിയ വേദനയുള്ള ശിക്ഷ തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ ഇനി ഒരു തെറ്റ് ഇതുപോലെ ചെയ്യാതിരിക്കുള്ളൂ. അതിനെ നമ്മുടെ നാട്ടിലെ ലഹരി മരുന്നുകൾ കിട്ടാണ്ടാകണം. കണ്ടില്ലേ, അമ്മയും ഇല്ല പെങ്ങളും ഇല്ല, ആരെയും തിരിച്ചറിയില്ല. ഒരു മനസാക്ഷി ഇല്ലാണ്ടല്ലേ കൊല്ലുന്നത് പാവികള്. അതിൽ ഈ ലഹരി ഉപയോഗിക്കുന്നോണ്ടല്ലേ. അതൊക്കെ നിർത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ ഇതെല്ലാം ശരിയാവും. പകുതിയും നമ്മുടെ നാട്ടിലെ പ്രശ്നം തീരും. ഏട്ടത്തി, ഇപ്പൊ ന്യൂസൊക്കെ കാണുന്നില്ലേ? ഇപ്പൊ ലഹരി മാഫിയകളിലൊക്കെ പിടിച്ചു തുടങ്ങിയെന്നാ കേട്ടത്. എത്രയോ ലക്ഷങ്ങളാ കോടികളുടെയൊക്കെ ലഹരി പിടിച്ചെടുത്തു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇനിയെങ്കിലും നമ്മുടെ നാടൊന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. ഒരുപാട് കുട്ടികളുടെ ഭാവി ഈ ലഹരി ഉപയോഗം കാരണം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി നിർത്തിയാൽ തന്നെ പകുതിയും കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കും. ലഹരി പകുതിയും നിർത്തിക്കഴിഞ്ഞ് വെച്ചാൽ ഈ പീഡനവും കാര്യങ്ങളെല്ലാം കുറയും. ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ, എത്ര കാലം ഉണ്ടാവും ദൈവത്തിനറിയാം. തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ഉത്സാഹമായിരിക്കും, എന്നിട്ട് പകുതിക്ക് വെച്ച് നിർത്തും. നമുക്ക് നോക്കാലോ അത് എത്ര കാലം പോണത് എന്നുള്ളത്. ശരി, എന്നാ പോട്ടെ. കറണ്ട് വന്നു, ഇനി കറിക്ക് തേങ്ങ അരച്ചിട്ടില്ല. ചോറിനാൻ വരുമ്പോഴേക്കും കറിയായില്ല പറഞ്ഞ വെച്ചാൽ ശരിയാവില്ല. പോട്ടെ.